പൗരത്വ നിയമ ഭേദഗതി വിഷയത്തിലെ സർക്കാർ നിലപാടിന് സമസ്തയുടെ പൂർണ്ണ പിന്തുണ. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഭരണഘടനാ സംരക്ഷണ റാലിയിൽ ഇത് നേതാക്കൾ പരസ്യമായി പ്രകടിപ്പിച്ചു. ഒരുപക്ഷെ ലീഗിന് വല്ലാത്ത സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് സമസ്ത പ്രഖ്യാപിച്ചു കളഞ്ഞത്. തെരഞ്ഞെടുപ്പ് കാലത്ത് സമസ്ത UDF-നെ കൈവിട്ട് കളയുമോ എന്നാണ് രാഷ്ട്രീയ രംഗത്തെ അധികായർ നോക്കുന്നത്. കോഴിക്കോട് നിന്ന് ദീപക് ത്രമണം ചേരുന്നു. ദീപക്, ഗുഡ് മോർണിംഗ്. പറയൂ, യഥാർത്ഥത്തിൽ സമസ്തയുടെ നിലപാട് അപ്രതീക്ഷിതമാണ്, അതുണ്ടാക്കുന്ന സ്വാധീനവും വളരെ കൂടുതലായിരിക്കും. പറയൂ. SKN അത് വസ്തുതയാണ്. കാരണം അപ്രതീക്ഷിതം എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും വലിയ പ്രത്യാഘാതമാണ് അതുണ്ടാക്കുക എന്നുള്ളത് തീർച്ചയാണ്. കാരണം സമസ്തയ്ക്ക് മലബാറിൽ വലിയ സ്വാധീനമുണ്ട്. കേരളത്തിൽ പൊതുവിൽ മുസ്ലിം സമൂഹത്തിനിടയിൽ വലിയ സ്വാധീനമുള്ള പ്രസ്ഥാനമാണ്. കഴിഞ്ഞ ദിവസം SKN ഓർക്കുന്നുണ്ടാവും, മുസ്ലിം ലീഗ് നേതാവ് MK മുനീർ തന്നെ സമസ്ത ഒരു വലിയ വോട്ട് ബാങ്കാണ് എന്ന് പറയുകയുണ്ടായി. പക്ഷേ എന്നാൽ ഇപ്പോൾ പൗരത്വ സംരക്ഷണ റാലിയിൽ CPIM നടത്തുന്ന, മുഖ്യമന്ത്രിയെ ഉദ്ഘാടകനായി നടക്കുന്ന റാലിയിൽ എല്ലായിടത്തും സമസ്തയുടെ പ്രാതിനിധ്യമുണ്ട്. ഇന്നലെ മലപ്പുറത്ത് സമസ്തയുടെ 2 പ്രതിനിധികൾ പങ്കെടുത്തു. അതിൽ സലാഹുദ്ദീൻ ഫൈസി വല്ലപ്പുഴ സംസാരിച്ചതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ കോടതിയെ സമീപിച്ച സർക്കാരിനെ പിന്തുണയ്ക്കുന്നു. ഇത്തരത്തിൽ ബോധമുള്ളവരെല്ലാം ഇതിനെ പ്രതിരോധിക്കും, നിയമപരമായി പ്രതിരോധിക്കും, ജനകീയമായി പ്രതിരോധിക്കും. ജനകീയമായി പ്രതിരോധിക്കുന്നതാണ് ഈ പൗരത്വ സംരക്ഷണ റാലി. മാത്രമല്ല CPIM മുന്നോട്ട് വെച്ച ഒരു സ്ലോഗൻ തന്നെ ഉയർത്തി പറയുകയാണ്. അതായത് പൗരത്വ നിയമം അറബിക്കടലിൽ എന്ന ആ സ്ലോഗനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നു. അതിൽ കൃത്യമായി ഈ സമസ്ത പ്രതിനിധി പറയുന്നത് സർക്കാരിനെ, കേരള സർക്കാരിനെ പിന്തുണയ്ക്കുന്നു, പിന്തുണക്കാതിരിക്കാൻ പറ്റില്ല ഒരു മതേതര നിലപാടുള്ളവർക്ക് എന്നുള്ളതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ഒരു ഇൻഡിക്കേഷൻ തന്നെയാണ് SKN. കാരണം സമസ്തയുടെ വലിയൊരു സ്വാധീനം, സമസ്ത UDF-ന്റെ ഒരു പ്രധാന വോട്ട് ബാങ്കാണ്, പ്രത്യേകിച്ചും ലീഗിനുള്ള പ്രധാന വോട്ട് സോഴ്സാണ്. അങ്ങനെ നോക്കുമ്പോൾ SKN പറഞ്ഞതുപോലെ ലീഗിനെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ സമസ്തയുടെ ലക്ഷ്യം ലീഗല്ല, അതിലും അപ്പുറം കോൺഗ്രസ് തന്നെയാണ്. കാരണം കോൺഗ്രസ് ഈ കാര്യത്തിൽ കൂടുതൽ ശക്തമായി രംഗത്ത് വരണമെന്ന് സമസ്ത നേരത്തെ തന്നെ അടക്കം പറച്ചിലും പരസ്യമായ പറച്ചിലും ഒക്കെ ഉണ്ടായിരുന്നു. ഏതായാലും SKN സമസ്തയുടെ നിലപാട് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയവും ഒപ്പം പ്രധാന ഘടകവുമായി മാറുമെന്ന് ഉറപ്പ് തന്നെയാണ് SKN. താങ്ക് യു ദീപക് ത്രമണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.